ഈ ബുക്കില്ലേ, ആൽക്കെമിസ്റ്റ്. ആൽക്കെമിസ്റ്റിന്റെ ബുക്ക് ഞാൻ കുറെ കാലങ്ങളായിട്ട് പാതി 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 വായിച്ച് വായിച്ച് പോയിട്ടുണ്ടായിരുന്ന ബുക്കായിരുന്നു. ഈ ബുക്ക് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വായിക്കുന്നത്. ഇതെനിക്ക് എനിക്ക് തോന്നുന്നു ഈ കൊച്ചവ പൗലോ അയ്യപ്പ എന്ന് പറഞ്ഞ ഫിലിമിലൂടെയാണ് ഞാൻ പൗലോ കൊയ്ലോ എന്ന് പറയുന്ന റൈറ്ററിനെ കുറിച്ചിട്ട് അറിയുന്നതും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മനസ്സിലാകുന്നതും ഒക്കെ. അപ്പൊ തൊട്ട് ആൽക്കെമിസ്റ്റ് വായിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് എന്തായാലും ചെന്ന് ലൈബ്രറിയിൽ തപ്പിപ്പരകി എടുത്തു. അന്നാണെങ്കിൽ നല്ല ഡാമേജ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പൊന്നുപോലെ കൊണ്ടുപോയിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടൊക്കെ വായിക്കാനൊക്കെ തുടങ്ങി. വായിച്ചു തുടങ്ങി സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്കിനും ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ആ ബുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കണം, അത് റീ എൻട്രി ചെയ്യാൻ ടൈമായി, അതുകൊണ്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനെ പാതി വായിച്ച് തീർത്തിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തു. അതോടെ അതിന്റെ വായന അവിടെ നിന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഫീലൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരുന്നപ്പോഴാണ് എന്റെ ഫ്രണ്ട് ഇതിന്റെ തന്നെ മലയാളം ട്രാൻസ്ലേഷൻ വായിച്ചു എന്ന് കേൾക്കുന്നത്. അപ്പൊ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് മലയാളം ട്രാൻസ്ലേഷൻ വായിച്ചു. പക്ഷെ അത് വാങ്ങിച്ച് വായിച്ചു നോക്കിയപ്പോ എനിക്ക് ഇതിന്ന് വായിക്കുന്ന ആ ഒരു ഫീലില്ലേ, അത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അതുപോലെ ഇത് തിരിച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ജോലിയൊക്കെ കിട്ടി സമ്പാദിച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചതാണിത്. ഒരുപാടടുത്ത് അന്ന് ഈ കോപ്പിയൊക്കെ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ ഞാൻ ചെല്ലുന്ന ടൈമില് നമുക്ക് പൈസ ഒത്ത് കിട്ടുന്ന ടൈമിലൊന്നും അവരുടെ കയ്യിൽ സ്റ്റോക്ക് കാണില്ല. അങ്ങനെ കുറെ കറങ്ങി തിരിഞ്ഞ കഥയാണ്. ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ഈ പോകുന്ന റൂട്ട് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിൽ ഇരിക്കുവാണെങ്കിൽ എന്തായാലും നിങ്ങളിത് വായിച്ചു നോക്കാം. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ ഈ ബുക്കിന്